പാലക്കാട്ട് UDF വിജയത്തിന്റെ ഭാഗമായി നടന്ന ലഡ്ഡു വിതരണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പങ്കാളിയായതിൽ വിമർശനവുമായി സി കൃഷ്ണകുമാർ വിഭാഗം. നഗരസഭയിലെ UDF കൗൺസിലർമാർ നടത്തിയ ആഘോഷത്തിൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ലഡ്ഡു സ്വീകരിച്ചതാണ് വിവാദമായത്. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കോൺഗ്രസ് കൗൺസിലർമാർ നൽകുന്ന ലഡ്ഡു അത് പ്രമീള ശശിധരൻ സ്വീകരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ഓഫീസിൽ ചെന്ന് ലഡ്ഡു നൽകുകയായിരുന്നുവെന്ന്. ഇപ്പോൾ അടുത്ത വിവാദം ഇനിയിപ്പോൾ BJP-യിൽ ഉണ്ടായിരിക്കുകയാണോ, ലഡ്ഡു വിവാദം? എന്തായാലും പാലക്കാട്ടെ വിവാദങ്ങൾ BJP-യിലെ വിവാദങ്ങൾക്ക് അവസാനമില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുജ. കാരണം നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടിയായിരുന്നുവെങ്കിൽ നിലവിൽ ഇപ്പോ ലഡ്ഡുവിനെ ചൊല്ലിയായിട്ടുണ്ട് പ്രശ്നം. ലഡ്ഡുവോ ജിലേബിയോ എന്തായാലും മധുരമാണത്. UDF വിജയത്തിന്റെ ഭാഗമായി നടന്ന ലഡ്ഡു വിതരണത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കാളിയായാണ് പുതിയ വിവാദത്തിന് തുടക്കമിട്ടിട്ടുള്ളത്. നഗരസഭയിലെ UDF കൗൺസിലർമാർ നടത്തിയ ആഘോഷത്തിൽ ലഡ്ഡു സ്വീകരിച്ചിട്ടുണ്ട് പ്രമീള ശശിധരൻ. അവരുടെ വായിലേക്ക് ലഡ്ഡു അല്ലെങ്കിൽ ജിലേബിയാണെന്ന് തോന്നുന്നു. ഈ ജിലേബി കോൺഗ്രസിന്റെ കൗൺസിലർമാരെത്തി വെച്ചു കൊടുക്കുന്നുണ്ട്, അതവർ കഴിക്കുന്നുമുണ്ട്. അതാണ് ഇപ്പോൾ വിവാദമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ N ശിവരാജനും ഈ മധുരം നൽകാൻ വേണ്ടി ഒരു ശ്രമം നടന്നിരുന്നു. N ശിവരാജന് മധുരം നൽകാൻ ശ്രമിച്ച് അദ്ദേഹം വാങ്ങാൻ ചെന്നെങ്കിലും പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞതോടെ, BJP പ്രവർത്തകർ ഇടപെട്ട് തടഞ്ഞതോടെ കോൺഗ്രസുകാർ തിരികെ പോവുകയാണ് ഉണ്ടായത്. ഈ രണ്ടുപേരുമാണ് ഇന്ന് രാവിലെ K സുരേന്ദ്രനും C കൃഷ്ണകുമാറിനുമെതിരെ ആഞ്ഞടിച്ചത് എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കുന്നത്. പക്ഷെ അവരുടെ ഓഫീസിനുള്ളിലേക്ക്, അവരുടെ റൂമിനുള്ളിലേക്ക് ചെന്ന് നൽകുകയായിരുന്നു, അല്ലാതെ അവർ അങ്ങോട്ട് ചെന്ന് ഈ ആഘോഷത്തിൽ പങ്കാളിയാവുകയായിരുന്നില്ലല്ലോ. എന്തായാലും ഇത് കൃഷ്ണകുമാർ വിഭാഗം ആയുധമാക്കുകയാണല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അവർക്ക് വീണ് കിട്ടിയിട്ടുള്ള ഒരു ആയുധമാണ് ഇത്. രാവിലെ തന്നെ BJP സംസ്ഥാന അധ്യക്ഷനെതിരെയും അതോടൊപ്പം C കൃഷ്ണകുമാറിനെതിരെയും ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ, ആഞ്ഞടിക്കുമ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധം തന്നെയാണ് അത്. ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് മനസ്സുള്ള നേതാക്കൾ BJP-ക്കുള്ളിലുണ്ട് എന്ന തരത്തിലാണ് ഈ വീഡിയോയൊക്കെ പങ്കുവെച്ചുകൊണ്ട് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഓഫീസിലെത്തുന്നു, വായിൽ ജിലേബി വെച്ചു കൊടുക്കുന്നു, അവരത് കഴിക്കുന്നു. N ശിവരാജന് നൽകാൻ ശ്രമിക്കുന്നു, N ശിവരാജനെ പ്രവർത്തകർ തടയുന്നു. തുടർന്ന് അതെ, പക്ഷേ അത് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ശ്രീകാന്ത്. N ശിവരാജൻ ഈ ലഡ്ഡു എടുക്കാൻ തുടങ്ങുന്നുണ്ട്, പക്ഷെ അപ്പോഴേക്കും BJP പ്രവർത്തകർ എത്തി തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരെ പറഞ്ഞു വിടുകയാണ്. തീർച്ചയായും അതെ. N ശിവരാജന്റെ അടുത്തേക്ക് ലഡ്ഡുമായി ചെല്ലുന്നു. അദ്ദേഹം ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നു, തോളിലൊക്കെ ഒന്ന് തട്ടുന്നു. തൊട്ടു പിന്നാലെ BJP പ്രവർത്തകർ വന്ന് N ശിവരാജനെ പിന്മാറ്റുന്നു, കൈപിടിച്ചു മാറ്റുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രവർത്തകരെ തിരിച്ചയക്കുകയുമാണ്. അതായത് കോൺഗ്രസിന്റെ ലഡ്ഡു N ശിവരാജന് വേണ്ട എന്ന് BJP പ്രവർത്തകർ തീരുമാനിച്ചു, പറഞ്ഞയച്ചു. പക്ഷെ പ്രമീള ശശിധരന്റെ റൂമിലേക്ക് എത്തി പ്രമീള ശശിധരന്റെ വായിൽ ജിലേബി വച്ചു കൊടുക്കുന്നുണ്ട്, അവരത് കഴിക്കുന്നുണ്ട്. സംഗതി എന്തായാലും ആഘോഷമായിരിക്കാം, മധുരം വിതരണം ചെയ്തതിന് സ്വാഭാവികമായും പങ്കെടുത്തതായിരിക്കാം. എങ്കിലും BJP-യിൽ ജിലേബി വിവാദത്തിന് തുടക്കമായി കഴിഞ്ഞു. ലഡ്ഡുവും ജിലേബിയും കഴിച്ചത് തൊട്ടടുത്ത മണിക്കൂറുകളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തായാലും കത്തുമെന്നുറപ്പ്. ഇതിപ്പോൾ ഈ തെരഞ്ഞുപിടിച്ച് ഇവർക്ക് മാത്രം ലഡ്ഡു നൽകുകയായിരുന്നോ? കാരണം ശിവരാജനൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സന്ദീപ് വാര്യർ പാർട്ടി വിട്ട സമയം മുതൽ വലിയ വിമർശനവുമായി എത്തിയിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ശ്രീജിത്ത് ശ്രീകുമാറിന് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നൽകിയിരുന്നു. അതിലും വലിയ വിമർശനമാണ് കൃഷ്ണകുമാറിനെതിരെ അന്ന് അദ്ദേഹം ഉന്നയിച്ചത്. പ്രമീള ശശിധരനും ഈ തരത്തിലേക്ക് കൃഷ്ണകുമാറിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ തെരഞ്ഞുപിടിച്ച് ലഡ്ഡു നൽകുകയായിരുന്നോ കോൺഗ്രസ്? നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് മൊത്തത്തിൽ ലഡ്ഡു വിതരണം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ BJP നേതാക്കൾക്കും BJP കൗൺസിലർമാർക്കും ലഡ്ഡു വിതരണം ചെയ്തതായി അറിവില്ല. ഇവർക്ക് രണ്ടുപേർക്കും എന്തായാലും നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ പറയാം, ഒരാൾ ചെയർപേഴ്സൺ ആണ്, ഒരാൾ BJP-യുടെ മുതിർന്ന നേതാവും പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരുമായും സഹകരിക്കുന്നയാളുമാണ് N ശിവരാജൻ. ഒപ്പം പ്രമീള ശശിധരൻ അവിടുത്തെ ചെയർപേഴ്സണുമാണ്. അതിനാൽ നൽകിയെന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ആ ന്യായീകരണം ഒന്നും തന്നെ ഉൾക്കൊള്ളാതെ പ്രചാരണം ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. അതെ, പുതിയ വിവാദം പാലക്കാട് BJP-യിൽ ഉണ്ടാവുകയാണ്. ലഡ്ഡു വിവാദമാണ്. UDF കൗൺസിലർമാർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയാഘോഷത്തിന്റെ ഭാഗമായി ലഡ്ഡു വിതരണം ചെയ്യുന്നു. അത് നഗരസഭാ അധ്യക്ഷ പ്രമീള അത് വാങ്ങുന്നു, അവർ അത് ഭക്ഷിക്കുന്നുണ്ട്. എന്നാൽ ശിവരാജൻ, ദേശീയ കൗൺസിൽ അംഗം BJP-യുടെ, അദ്ദേഹം അതെടുക്കാൻ തുടങ്ങുമ്പോൾ BJP പ്രവർത്തകർ തടയുകയാണ്. ഏതായാലും കൃഷ്ണകുമാർ വിഭാഗം ഇത് ഇവർക്കെതിരെ ഒരു ആയുധമാക്കി മാറ്റുന്നുണ്ട്. ഏറ്റവും പുതിയ വിവാദമാണ് നിലവിലുണ്ടായിരിക്കുന്നത്.